ഡിയർ ബിസിനസ് ഓണേഴ്സ്, സെയിൽസ് ചെയ്യുന്ന വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സെയിൽസ് ക്ലോസസിനെ സൂപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3C, ഞാൻ ഈ പറയുന്ന 3Cകൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കാം. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മൂന്നാമത്തതാണ്. കാരണം മൂന്നാമത്തേലാണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയിട്ടുള്ളത്. ഈവൻ ദോ 1ലും 2ലും ഞാൻ മികച്ചതല്ലെങ്കിൽ കൂടി. ഓക്കെ, അപ്പം ഈ മൂന്നും വളരെ പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. നമ്പർ 1, കോൺഫിഡൻസ്. ഇതിനകത്ത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ, ഒന്ന് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ യു ആർ വെരി കോൺഫിഡൻറ്റ് വൈൽ സ്പീക്കിംഗ്. നിങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും. തപ്പലും തടയിലും ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് യു നോ വാട്ട് യു ആർ സ്പീക്കിംഗ് ആൻഡ് യു ആക്ച്വലി റിയലി നോ ദ വർത്ത് ആൻഡ് ബെനിഫിറ്റ്സ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ വർത്തും ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാം. മിക്ക ആൾക്കാർക്കും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയ കുറച്ച് കുറവാണ്. നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് നിങ്ങളുടെ തൊട്ട് മുമ്പിലേക്ക് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ഡ്രീമാണ് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുന്നത്, നിങ്ങൾ എന്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലാണ് നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വരച്ച് കാട്ടുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ യു വിൽ ബി വോബ്ലിംഗ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും. അപ്പോൾ ഇത് ഇന്റേണൽ, ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇതിന് വേണ്ടി എന്താണ് വേണ്ടത്? ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പ്രിപ്പറേഷൻ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. രണ്ടാമത്തത് അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അപ്പിയറൻസ്. നിങ്ങൾ ഒരു സെയിൽസ് കോൺവെർസേഷനകത്ത്, ഇതിപ്പോൾ നേരിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ടെലിഫോണിക് കോളിലാവുന്ന സമയത്ത് നിങ്ങളുടെ സൗണ്ട്, നിങ്ങൾ എത്ര ഗാംഭീര്യത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ടോണാലിറ്റി എങ്ങനെയാണ്, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ, ഇതൊക്കെ എങ്ങനെയുള്ളത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ സർ എന്ന് പറയുന്നതും ഹായ് സർ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതിന് വരുന്ന മീനിങ്സ് സെയിം ആണെങ്കിൽ കൂടി അതിൻ്റെ ടൊണാലിറ്റിയിലും അതിൻ്റെ റെസ്പെക്റ്റിലും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പം എക്സ്റ്റേണൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നേരിട്ട് 1-to-1 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂം ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ്, നിങ്ങൾ വളരെയധികം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ആൾക്കാർ പറയാറുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മനസ്സിലാവുന്നു. പക്ഷേ ബീങ് എ സെയിൽസ് പേഴ്സൺ യു നോ ദാറ്റ് ഓക്കെ ഇതൊക്കെ കോൺഫിഡൻസിന്റെ സിമ്പിൾസ് ആണ്. ഈവൻ ദോ യു ആർ നോട്ട് കോൺഫിഡൻറ്റ്, ഇൻസൈഡിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ കൂടി ഇങ്ങനെ വിരിഞ്ഞിരിക്കുമ്പം യു ഫീൽ ലൈക്ക് വെരി ബെറ്റർ. അപ്പം സെയിൽസ് മീറ്റിംഗ് റൂമിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫീൽ വെരി ഫ്രഷ്. നിങ്ങളുടെ പഴയ കാര്യങ്ങളൊന്നും ഓർക്കില്ല. മോർ ഓക്സിജൻ അകത്തേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, യു വിൽ വെരി എനർജറ്റിക് ആൻഡ് യു ആർ വെരി ഫ്രഷ്. 3 മണിക്കാണ് മീറ്റിംഗ് നടക്കുന്നത്, 2 മണിക്കാണ് മീറ്റിംഗ്, 1 മണിക്കാണ് മീറ്റിംഗ്, രാത്രി 8 മണിക്കാണെങ്കിൽ കൂടി ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വളരെ 2-3 തവണ ഇങ്ങനെ ആക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രഷ്നെസ് നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും. രണ്ടാമത്തെ കേസ് കറേജ്, അടുത്ത C ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേമാണ് ധൈര്യം. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? നിങ്ങൾക്ക് നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റി അറിയാമെങ്കിൽ ആ സെയിൽസിൽ നിങ്ങളായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആളോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ പോലെ ഇത് ശരിക്കും എന്താണ്, യു ആർ നോട്ട് കറേജ്. നിങ്ങൾ ആ ധൈര്യം കാണിക്കുന്നില്ല. ഒരു സെയിൽസ് മീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത്, ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ ഫോൺ ആണെങ്കിൽ കൂടി യു ആർ റെപ്രസെന്റിങ് യുവർ കമ്പനി. നിങ്ങൾ നിങ്ങളുടെ കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. യു ആർ ദ ഫ്രണ്ട് എൻഡ്, അല്ലേ? നിങ്ങളുടെ ഡിസിഷൻ ആണ് നിങ്ങളുടെ കമ്പനിയുടെ ഡിസിഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ മീറ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണ്, അദ്ദേഹം എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് പെരുമാറാൻ പോകുന്നത്, അപ്പൊ അതിന് കൗണ്ടറായിട്ട് ഞാൻ എന്തൊക്കെ പറയണം എന്നുള്ളതും, മാക്സിമം ടു മിനിമം എത്രയാണ് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ അലവബിൾ എക്സ്പാൻഷൻ റേറ്റ് എത്രയാണ് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നെങ്കിൽ യു വിൽ ബി വെരി, നിങ്ങൾ പുതിയ അദ്ദേഹം ചോദിക്കുന്ന, അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്ന ഓരോ ആൻസേഴ്സിനും നിങ്ങൾ കറേജസ് ആയിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. മനസ്സിലായി? അപ്പം ഷോ കറേജ്, ഇറ്റ് ഫീൽ ദാറ്റ് ഓക്കെ യു ആർ വർത്ത്. നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളോട് ബിസിനസ് ചെയ്യുന്നതും ആ കസ്റ്റമറിന് വർത്താണെന്നുള്ള ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പം പല മീറ്റിങ്ങുകൾക്കും പല മോഡാണ്. എല്ലാ മീറ്റിങ്ങുകളും ക്ലോസിംഗിലേക്ക് എൻഡ് ചെയ്യാറില്ല. ചിലത് വളരെ ഓപ്പൺ എൻഡ് ആയിട്ട് സംസാരിക്കും. ബിക്കോസ് എല്ലാ മീറ്റിങ്ങുകളും, ചില മീറ്റിങ്ങുകൾ എന്ത് സംഭവിക്കും, നിങ്ങളൊരു ഒരു ഹാൻഡ് ഷേക്ക് മാത്രമേ ഉണ്ടാവുക, നിങ്ങളൊരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നതായിരിക്കും, റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേസ് ടു കേസ്, സിനാരിയോ അനുസരിച്ച് വ്യതിയാനം വരും. ബട്ട് സ്റ്റിൽ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ കറേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെയിൽസ് പേഴ്സണ് നമ്പർ 2 ആയിട്ട് വേണ്ട, ക്ലോസിങ് ചെയ്യാനും ഒരു മീറ്റിങ്ങിൻ്റെ ലീഡ് ചെയ്യാനും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിവെന്ന് പറയുന്നത് കറേജാണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്, കമ്മിറ്റ്മെൻറ്റ്. നിങ്ങളുടെ
സംസാരത്തിലും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ എഴുത്തിലും നിങ്ങളുടെ ടൈം പങ്ക്ച്വാലിറ്റിയിലും ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ യു ആർ കെയറിങ്, യു ആർ ഷോയിങ് അപ്പ് എവറി ഡേ, നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് പല രീതിയിൽ ഷോ അപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്ലോസിംഗ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആഴ്ചയിലും ആണ്ടിനും സംക്രാന്തിക്കും മാത്രം ഒന്ന് പൊന്തി വരുന്ന ആൾക്കാരാണ് ഇഷ്ടം? ഡെഫിനറ്റ്ലി എനിക്കറിയാം, ഡെഫിനറ്റ്ലി കമ്മിറ്റഡ് ആയ ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ ഈ ലോകത്ത് സ്ഥാനമുള്ളത്. കമ്മിറ്റഡ് ആൾക്കാർ മാത്രമാണ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുന്നത്. യു ഹാവ് ടു ബി വെരി കമ്മിറ്റഡ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കമ്മിറ്റഡ് ആയ ആൾക്കാർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുക. പീപ്പിൾ ലൈക്ക് കമ്മിറ്റഡ് പീപ്പിൾ. നോബഡി ലൈക്ക് എ ലെസി പേഴ്സൺ. നോബഡി ലൈക്ക് മുങ്ങിക്കൊണ്ട് നടക്കുന്ന ആളെ ഒരാൾക്കും ഇഷ്ടമല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് വേണം? കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്താ പറയണ്ടേ, ഇതിന് പ്രത്യേകിച്ചൊരു ഡെഫിനിഷൻ ഇല്ല, പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൂടെ വരേണ്ട കാര്യങ്ങളാണ്. യു ഹാവ് ടു ബി വെരി കറേജസ്, യു ഹാവ് ടു ബി വെരി കോൺഫിഡൻറ്റ് ആൻഡ് യു ഹാവ് ടു ബി വെരി കമ്മിറ്റഡ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വോയിസിലും, നിങ്ങളുടെ എല്ലാ മെസ്സേജിനകത്തും, നിങ്ങളുടെ എല്ലാ മീറ്റിങ്ങിനകത്തും ഇത് റിഫ്ലക്ട് ചെയ്യും. ആൻഡ് യു വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് പെർഫോമിംഗ് സെയിൽസ് പേഴ്സൺ ഇൻ യുവർ കമ്പനി. എഴുതി വെച്ചോ, വരച്ചു വെച്ചോ, തീർച്ചയായിട്ടും ഇതാണ് സത്യം. താങ്ക് യു സോ മച്ച്.